അവിടുന്ന് എത്ര പേരുണ്ടാവും? അവിടുന്ന് 4 പേരുണ്ടാവും. ഇതിപ്പോ കല്യാണം നടത്തണേനൊക്കെ പാടാണ് കേട്ടാ കല്യാണം വിളി. നമ്മൾ എത്ര ഓർത്ത് ലിസ്റ്റ് ഇട്ടാലും ആരെങ്കിലും ഒരാളെ വിട്ടുപോകും. അത് നമ്മുടെ ബന്ധുവായിരിക്കും. പിന്നെ ഇവിടെ വന്ന് വഴക്കും വെക്കാണായിരിക്കും. എന്ന് വിചാരിച്ചപ്പോ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? അല്ല അത് പറ്റില്ല. നീ അതൊന്നും പറയാതെ ഇപ്പൊ തെറ്റും. ഇപ്പൊ ആ വഴി അവിടുന്ന് ഇങ്ങനെ പോന്നാല് നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇരിക്കിരി. അല്ല നിനക്ക് ആളെ മനസ്സിലായില്ലേ? എന്താ നമ്മുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത ആളാ? അതെ, അന്നൊന്നും ഒരുപോലെ തന്നെ. അല്ല അതിപ്പോ എന്താ 3 റുപ്യക്ക് ടൈ കിട്ടുമല്ലോ. നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂലേ. എന്തൊക്കെയാണ് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. പിന്നെ മോന്റെ കല്യാണന്നൊരു വിവരം കിട്ടി. ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കണേ. അതെ അതെ അതെ. അപ്പൊ സത്യട്ടാ, കല്യാണത്തിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണത് ഞാൻ തന്നെയാണല്ലോ അല്ലേ? ഫോട്ടോ അതെടുക്കാലോ. അതാണ്. അപ്പൊ അച്ഛന്റെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്തതും മോന്റെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്തതും ഒരേ ഫോട്ടോഗ്രാഫർ. അതൊരു പുതുമയാണല്ലോ. അതൊരു പുതുമയാ. അല്ല മോനോടൊന്ന് ചോദിക്കണ്ടേ? മോനോട് ഇപ്പൊ എന്താണ് ചോദിക്കണേ? അല്ല അവൻ ശരിയാ. ഇനിയിപ്പൊ അവൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതും അറിയില്ല. നിങ്ങൾ അവസാനം സ്റ്റുഡിയോയിൽ വന്നെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളെ പെൻഷന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അതന്നെ 2 കൊല്ലായി. 2 കൊല്ലായി. എന്താ ഇതാരാ മനസ്സിലായോ? ഇത് മറ്റേ അമ്പിളി സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ. അറിയോ. നമ്മളിപ്പോഴേ ഈ കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കണല്ലോ. അതിപ്പോ മൊയ്തൂനോട് ഏൽപ്പിച്ചാലോ? ഏത് ക്യാമറ ഉപയോഗിക്കണ? D90 ഡിജിറ്റല്. D90 അച്ഛ അതൊക്കെ ജാമ്പവാന്റെ കാലത്തുള്ള ക്യാമറ. ഈ ചത്ത ആളുകളുടെ ഒക്കെ ഫോട്ടോ കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് 2-3 കല്യാണം എടുത്തല്ലോ ക്യാമറയുണ്ട്. കല്യാണമൊക്കെ എടുക്ക. ജിബ് ഉണ്ടാ? ആര്? ജിബ്. എന്താ ജിബ്? ജിബ് എന്ന് പറഞ്ഞാൽ ഈ കറുത്തൊരു പോസ്റ്റ് പോലെ വന്നിട്ട് ക്യാമറ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ എല്ലാവരും പകർത്തൂലേ ഫുഡൊക്കെ കഴിക്കണോടത്തൊക്കെ. ഹെലിക്യാമ. എന്താണ്? ഹെലിക്യാമും ജിമ്പലൊക്കെ ഉണ്ടാ? അച്ഛങ്ങനെ പറന്ന് നടന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യൂലേ? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അറിയുന്ന ചെക്കന്മാരുടെ കയ്യിലുണ്ട്. അത് 2 എടുത്താൽ മതി. അതൊന്നും ശരിയാവൂല അച്ഛാ. ഇപ്പൊ നമ്മുടെ പുതിയ മറ്റേ സ്റ്റുഡിയോ ഉണ്ടല്ലോ മന്മദ്, അവിടെ ഒരു പാക്കേജ് ഉണ്ട്. അവര് വന്ന് എല്ലാം ചെയ്തു തന്നോ. എല്ലാം സ്വന്തമായിട്ടുണ്ട് അവർക്ക്. ഞാനാണെ കിങ്ങുവിനോട് പറഞ്ഞും പോയി. കിങ്ങിനോട് അവളോട് പറഞ്ഞു പോയെന്ന്. സത്യട്ടാ, പിന്നെ അങ്ങനെ നടക്കട്ടെ. പുതിയ ചെക്കന്മാരൊക്കെ ഓരോ താല്പര്യങ്ങളല്ലേ. അപ്പൊ കല്യാണം വിളിക്കും, നേരത്തെ അങ്ങോട്ട് വരണം. പിന്നെ മോൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്ക്. എന്നാലല്ലേ ചെറുപ്പക്കാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല അച്ഛാ. അതൊക്കെ ഉപയോഗിക്കാനും കൂടി അറിയണ്ടേ ഈ ഫോണൊക്കെ. എന്നാ പിന്നെ സത്യട്ടാ ഞാൻ ആയിക്കോട്ടെ. ശരി. ആ ലിസ്റ്റിന്റെ മൊയ്തൂന്റെ പേരണ്ട് വെട്ടിക്കോ. അവനിപ്പോ കല്യാണത്തിന് ക്ഷണിച്ചാലും വരും തോന്നുന്നില്ല. അച്ഛന് വല്ല കാര്യമുണ്ട് ആവശ്യമില്ലാത്ത വാക്കൊക്കെ കൊടുക്കാൻ? അയാളുടെ അടുത്ത് ആ താടിയും മുടിയും മാത്രമേ ഉള്ളൂ, വേണ്ട സാധനമൊന്നുമില്ല. പുള്ളി പറഞ്ഞ ക്യാമറ ഇല്ലേ, അത് വല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോ പശുവിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണ ക്യാമറയാണത്. അല്ലാതെ കല്യാണമൊന്നും എടുക്കാൻ പറ്റൂല. നീ ഇത് എഴുതിക്കേ. ആവശ്യമില്ലാത്ത ഇപ്പൊ എല്ലാത്തിനും തന്നെ ഇഷ്ടായില്ലേ, പിന്നെന്താ? എന്താ ചെയ്യണത്? അതിന്റെ ഫോക്കസ് ഒന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്യണത് ഓട്ടോയിലാണ്. ഓട്ടോ ഫോക്കസ് ആണത്. അതൊക്കെ ആയിക്കോളും കേട്ടോ. നോക്കണേ, ശരി വേണം. സ്റ്റാർട്ട് ക്യാമറ. റെഡി, റോളിംഗ് സാർ. ആക്ഷൻ. സന്തോഷം, പേടി വേണ്ട, സന്തോഷം മതി. സന്തോഷം ഫീൽ വേണം. നല്ല ഫീൽ. സന്തോഷം. മെല്ലെ ചുംബിക്കൂ. ചുംബന. എന്താ മാഷ ഇത്?
നിങ്ങൾ ഈ അന്തരീക്ഷത്തിലല്ല ചുംബിക്കാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എത്ര പ്രാവശ്യം പറഞ്ഞേ. ആദ്യമായതുകൊണ്ടേ ഇതിപ്പോ ഈ കുട്ടി നിങ്ങളുടെ ഭാര്യ ആവാൻ പോകുന്ന കുട്ടിയല്ലേ? അതെ. അപ്പൊ ഒരു ചുംബനം കൊടുത്തൂടെ? അല്ല, ഇതെന്താ അറിയാമോ, ഇത് ആൾക്കാർ കണ്ടിട്ട് വേണം നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ. നിങ്ങൾ സന്തോഷത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. എല്ലാരും കൂടി കണ്ടപ്പോ ഒരു വെപ്രാളം വന്നിട്ട് ഒരു കാര്യം ഒന്ന് നിങ്ങൾ ടെൻഷൻ വേണ്ട. മോനെ മോനെ ക്യാമറ മോനെടാ ഒന്നിങ്ങോട്ട് ഒന്ന് ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളിങ്ങനെ വരുന്നു, മുഖത്ത് സന്തോഷം ഫീൽ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും സന്തോഷം വേണം. നമ്മള് കുടുംബ ജീവിതത്തിലേക്ക് ആളുകൾ എങ്ങനെ വരുന്നു. മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അത് തെറ്റാതെ ചെയ്യണം. നമുക്ക് ലൈറ്റ് പോകണ്ട. എനിക്ക് മനസ്സിലായിട്ടാ. എനിക്ക് മനസ്സിലാവും. അവനോട് ചോദിച്ചാൽ അവൻ മനസ്സിലാക്കി തരും. തെറ്റിക്കല്ലേ പെട്ടെന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നൂടെ റോളിംഗ് സാർ. ആക്ഷൻ. അടിപൊളി സാർ. അടിപൊളി. നന്നായി. വെള്ളം കുടിച്ചോ. ടച്ച് ചെയ്തോ. ഉണ്ണി, അടുത്ത സിറ്റുവേഷന്റെ അവരെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്ക്. സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റൂല. പിന്നെ ടിവിന്റെ മുമ്പ് ആക്ഷൻ കട്ട് ഇത് പറയാനാണ് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്താ ചെയ്യണം? വാർക്കപ്പണി. നാളെ മുതൽ അച്ഛന്റെ കൂടെ അവിടെ പോയിരുന്നിട്ട് ആക്ഷനും കണ്ടും പറഞ്ഞാൽ മതി. ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കും ഉണ്ണി. എടോ DOP എവിടെ? DOP ഇവിടെ ഒരു താനല്ലേ DOP? തനിക്ക് അതും അറിയില്ലേ? താൻ പറഞ്ഞല്ലോ എഴുതി കാണിക്കുമ്പോ തന്റെ പേര് DOP എന്ന് എഴുതി വെക്കണമെന്ന്. അതെ, അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യണത് ഇവിടുന്ന് ലോ ബേസിലാണ്. പുറകോട്ട് ചാർജ് ചെയ്ത് വേണ്ടേ, മെല്ലെ അങ്ങനെ ആ ഫ്രെയിം വന്നിട്ട് ഇത്ര സ്പീഡിൽ ചാർജ് ചെയ്യണത്തിനുള്ള മനുഷ്യൻ നിൽക്കല്ലേ ഇവിടെ. ഉള്ളി റെഡിയല്ലേ? ഓക്കെ അല്ലേ? എല്ലാം പഠിച്ചല്ലോ? അപ്പൊ എല്ലാം അത് പറഞ്ഞ പോലെ കാര്യങ്ങള് ഒന്നും വിട്ടുപോരുത്. ഞാൻ പോട്ടല്ലേ? ഉള്ളി ഇങ്ങോട്ട് നിൽക്കുണ്ണി, അവര് ചെയ്യട്ടെ. ഇയാള് കാണിക്കണം. അതൊന്ന് ക്യാമറ അതൊക്കെ. അപ്പൊ നിങ്ങള് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടി വരുന്നു. ഓടി വന്ന് അവിടെ എത്തുമ്പോഴേക്ക് ഇങ്ങനെ എടുക്കുന്നു. മെല്ലെ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ആ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തു സാറേ. കിട്ടിയല്ലോ? അത് സംശയമൊന്നുമില്ലല്ലോ? റെഡിയല്ലേ? സാറേ കാലിന്ന് തുടങ്ങട്ടെ. ലോ വയസ് കാലിന്ന് തുടങ്ങിയോ? കാലിന് കാണിച്ച് അത് വേണ്ട. താത്തേക്ക് ക്യാമറ. അല്ല നിക്കേ, കാലൊരു വൃത്തിയില്ല. വേണോ ഇത്? എടാ അതൊക്കെ ഗ്രേഡ് ചെയ്തോളാം. സ്റ്റാർട്ട് ക്യാമറ. റെഡി റോളിംഗ് ആക്ഷൻ. വളരെ സ്ലോ. സന്തോഷം ചിരി മുഖത്ത് നല്ല പ്ലസന്റ് ആയിട്ടാ പറഞ്ഞത്. എടുത്തോ. സോറി. എവിടെ ഉണ്ണി എന്റെ ക്ഷമയെ പരീക്ഷിക്കും. ക്യാമറ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ, നിങ്ങൾ ചെയ്ത കറക്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിരുന്നു. സോറി കേട്ടോ, ഞങ്ങളുടെ ടെക്നിക്കൽ എററാണ്. ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇത് റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് റെഡിയാണോ മോനെ? ക്യാമറ റെഡിയല്ലേ? റെഡി. സ്റ്റാർട്ട് ക്യാമറ. റോൾ ചെയ്യട്ടെ ആദ്യം. പെട്ടെന്ന് ആവട്ടെ. ഞാൻ റോളിംഗ്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. സ്പീഡ് കുറച്ച് സന്തോഷം വേണം മുഖത്ത്. സന്തോഷം മുഖത്ത്. നല്ല എക്സ്പ്രഷൻ വേണം. നല്ല ചിരി. ലോകനാർക്കാവിൽ അമ്മയാണ്. കളരി പരമ്പര ദൈവങ്ങളാണ്. ഏപ്രിൽ 18 ഞാൻ ഇവളെ കെട്ടിയിരിക്കും. ഞങ്ങ എല്ലാവരും ഉണ്ടാവും. നിങ്ങ എല്ലാവരും അന്നം ചോറും ബിരിയാണി ഉണ്ടാവും. എന്താ മോളെ ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ഇട്ടിരിക്കുന്ന വേഷത്തിനൊന്ന് ബഹുമാനിക്കേ. ഇത് ഉണ്ണിയാർച്ചയാണ്, ചന്തുവാണ്, ചേകവ കുടുംബമാണ്. അപ്പൊ അതിന്റെ ഒരു വളുവലാണ് ശൈലി പറഞ്ഞേ. നിങ്ങ എല്ലാവരും വരണം. നിങ്ങളെല്ലാരും വരണം കേട്ടോ. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. പറഞ്ഞേ. ഞങ്ങ എല്ലാവരും അവിടെ ഉണ്ടാവും. ഞങ്ങള് എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അതെ, ഇത് എളുപ്പത്തിനായിട്ട് ഇട്ടോ പറഞ്ഞു. എല്ലാത്തിലും ഒരു ഇട്ടോ. നമ്മള് പറയണ ഭാഷയുടെ അവസാനം ഇട്ടോ പറഞ്ഞാൽ വള്ളുവനാടനായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിരി വേണം. ഇതിന്റെ ലാസ്റ്റിൽ ചിരി വേണം. ചിരി എങ്ങനെയാണ് ഒന്ന് തിരിച്ച്? അതല്ല
2 ചിരി. അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്ക ഇടല്ലേ? അപ്പൊ ഈ പൊക്കനോട്ട് മതി. പൊക്കണോട്ട് മതിയല്ലോ. ലൈറ്റ് പോണ്ടോ? സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. ലോകനാർക്കാവിൽ അമ്മേണ കളരി പരമ്പര ദൈവങ്ങളാണ്. ഏപ്രിൽ 18 ഞാൻ ഇവിടെ കെത്തിയിരിക്കും. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ട്ടോ. നിങ്ങൾ എല്ലാവരും വന്നട്ടോ. പ്യാരിജാതൻ ട്ടോ. ഇങ്ങിണിക്കുട്ടി ട്ടോ. ബിരിയാണിയും സദ്യ ഉണ്ടാവും ട്ടോ. സൂപ്പർ സൂപ്പർ. പൊളിച്ചു നന്നായിട്ട്. സത്യം പറഞ്ഞ ഈ ഇന്നത്തെ ദിവസം ഫുൾ ഷൂട്ട് ഈ ഒരു ഷോട്ടാണ് എനിക്ക് മനസ്സ് കേട്ടൊരു സാറ്റിസ്ഫാക്ഷൻ. മണ്ടോ പ്യാരിയെ അച്ഛന്റെ ഒരു ചെറിയച്ഛന്റെ കുടുംബം ഉണ്ട് ഇവിടെ. ഓ അപ്പൊ അച്ഛന് അവിടെ നേരിട്ട് തന്നെ പറയണം നിർബന്ധം. ഇത്ര അടുത്ത് വന്നല്ലേ, അപ്പൊ ഒന്ന് കേറിയിട്ട് വന്നു. നന്നായി കേറി വാ. അച്ഛൻ വന്നതെന്നായി. ഞാൻ സ്റ്റുഡിയോ പോയപ്പോ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനല്ല. അത് കിട്ടിയില്ലേ? കുട്ടികളുടെ ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇത്ര ഇവിടെ. ഒന്ന് അതുകൂടി കണ്ടിട്ട് പോയാ പോരെ? വാ, കേറി വാ. വരൂ വരൂ. ചന്തു കൊണ്ടുകരക്കിലേ സ്നേഹം കൊണ്ടുമയക്കിലേ കണ്ണിൽ ചന്ദ്രനിലാവല്ലേ ഞാനും കണ്ടു കൊതിച്ചില്ലേ ആരും നോക്കിയിരുന്നിടും നാടൊരു സുന്ദരനാടല്ലേ മഴവെള്ളായി വന്നേ വന്നില്ലേ നമ്മളിപ്പോ ഈ കാണുന്നതാണ് വാട്സപ്പിൽ അയച്ചു കൊടുക്കണം കല്യാണം വിളിക്കണവർക്ക്. അന്നേരണ്ടല്ലേ ചെയ്ത നീ മായല്ലേ എൻ മഴകല്ലേ ഇത് മധുവിരുന്നാളല്ലേ ചിന്തയല്ലേ രതിഭാവവുമായി പുളകം ചൊരിയുന്നു നീ മായല്ലേ എൻ മഴകല്ലേ ഇത് മധുവിരുന്നാളല്ലേ ചിന്തയല്ലേ ഇല്ലില്ല, ഇനി ഇതിന്റെ നെക്കറൊക്കെ ഇട്ടിട്ട് കെട്ടിമറിയണതാണ്. നല്ല ഡീപ്പായിട്ടുള്ള സീനാണ്. ഇനി നിക്കറ നീ മായല്ലേ എൻ മഴകല്ലേ ഇത് മധുവിരുന്നാളല്ലേ ചിന്തയല്ലേ രതിഭാവവുമായി പുളകം ചൊരിയുന്നു നീ മായല്ലേ എൻ മഴകല്ലേ ഇത് മധുവിരുന്നാളല്ലേ ചിന്തയല്ലേ രതിഭാവവുമായി പുളകം മോനത് നിർത്തിയ ഇല്ല, കുറച്ചും കൂടി ഉണ്ടാകും. നിർത്തടാതെ. നന്നായല്ലേ? കാശ് ഏതായാലും മുതലായി. 1.5 രൂപ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല പോലെ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചെലവഴിച്ചൊരു കാര്യം ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു മാന്യതയിലൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോ മാത്രല്ല നമ്മൾ 2 കൂട്ടരും കൂടിയാണല്ലോ ഇപ്പൊ ഇതിന്റെ ചെലവൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ വീട്ടുകാരെന്തെങ്കിലും ചോദിച്ചാൽ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ
അച്ഛന് പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പഴയ ആളല്ലേ? ആ അപ്പൊ അത് ഞങ്ങൾക്ക് അയക്കണ്ട കേട്ടോ. അല്ല, ഇത് ആർക്കും അയക്കാൻ പറ്റില്ല. അതെ, ഇതൊന്നും എവിടെയും കാണിക്കാൻ പറ്റില്ല. അയ്യാ, ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇപ്പൊ തന്നെ ഡ്രസ്സ് കൂടിപ്പോയോണ്ട് ഇത് വൈറലാവൂല എന്നാണ് ഞങ്ങളുടെ പേടി. നീ ആർക്കും അയക്കണ്ട, അത് തന്നെ. അതിനെ അയച്ചല്ല, ആരോട് ചോദിച്ചിട്ട്? അല്ല, അത് കിട്ടിയപ്പോ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അയച്ച് ലൈക്കും കിട്ടിയല്ലോ കുറെ. ഇല്ല, അത് മോനെ, അത് എന്റെ മോളാണല്ലോ അത്. അപ്പൊ ഇതൊക്കെ അയക്കണതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇത് കാണിച്ചിട്ടാണല്ലോ നീ കല്യാണത്തിന് ആളെ വിളിക്കാൻ നിൽക്കുന്നത്? ആണോ? ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ആ വിൽഫ്രഡിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലേ? വിൽഫ്രഡിന്റെ ആളുകൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന പോലെയാണോ? നീ ഒരു വാക്ക് പുള്ളിയോട് ചോദിക്കണ്ടേ? വേണ്ടേ? ഈ വകത്തമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോ അല്ല, രണ്ട് വീട്ടുകാരും കൂടി ഷെയർ ആയിട്ട് ചെയ്തൊരു കാര്യം. ഇതിപ്പോ എന്താ അവനെ കൊണ്ട് പാവന്മാരൊക്കെ പറയണത് അതേപോലെയാണ് വേഷം കെട്ടിയിട്ട് ചെയ്തിരിക്കുക. അറിയില്ല അപ്പോഴത്തെ കുട്ടികൾക്ക്. അത് ഇതൊക്കെ നല്ലൊരു കുടുംബത്തേക്ക് പറ്റില്ല മോനെ, അത് മോശ. തോന്നിയാസം കാണിച്ചിട്ട് കണ്ണി കണ്ടവർക്ക് അയച്ചു കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? അമ്മ ഇതൊക്കെ കാണിച്ചാലേ കെട്ടണ ചെക്കന് പ്രാപ്തി ഉണ്ടെന്ന് ജനം അറിയുള്ളൂ. എന്നാ പിന്നെ ഞങ്ങളൊന്ന് അങ്ങടെ ഇറങ്ങാം. അല്ല, ചായ കുടിച്ചില്ല. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചല്ലോ, അത് മതി. ഇനിയിപ്പോ അങ്ങടെ ഇറങ്ങാൻ നോക്കാം അല്ലേ? എന്നാ ശരി. ശരി ശരി ശരി. പിന്നെ മോനെ, ഇനിയിപ്പോ അത് കൂടുതൽ ആൾക്കാർ കാണാത്ത രീതിയിലേ അതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കൂ. ഇല്ല, അത് അതാരും കാണില്ല, അതാരും കാണില്ല. എന്നാ ശരി. ഇട്ട സീനോട് കണ്ടെങ്കിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിലെന്ത് കൊള്ളരായി എന്നാണ് ഇവര് പറയണത്? എനിക്ക് മനസ്സിലാവില്ല.